ജില്ലയിലെ കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിലെ കൊടിങ്ങ 6-ാം വാർഡില് വാർഡ് മെമ്പർ പി ജി ദിനേശന്റെ വീടടക്കം, അതായത് സേവാഭാരതി 2021 ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ദുരിതബാധിതർക്ക് വേണ്ടി വീട് നിർമ്മിച്ച് നൽകിയ 8 വീടുകളിലെ 3-4 വീടുകളിലെ പിൻവശം മണ്ണിടിഞ്ഞ് വീടിന്റെ ഉള്ളിലേക്ക് തന്നെ ചെളിയും മറ്റു കാര്യങ്ങളൊക്കെ കയറിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇവിടുത്തെ വാർഡ് മെമ്പറും ഇവിടുത്തെ ആദ്യത്തെ വീട്ടിലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ മെയിൻ റോഡിൽ വരുമ്പോൾ അവസാനത്തെ വീട്ടിലെ താമസക്കാരനുമായ മെമ്പർ പി ജി ദിനേശിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചറിയാം. സാർ, എത്ര മണിക്കാണ് ഈ സംഭവം നടന്നത്? ഇന്നലെ രാത്രി ആദ്യം 12:30-ക്കാണ് ആദ്യം മണ്ണിടിയുന്നത്. 3 ഘട്ടമായിട്ടാണ് ഇതിന്റെ മണ്ണ് ഇടിഞ്ഞത്. ആദ്യം 12:30-ക്ക് ഒന്ന് ഇടിഞ്ഞു. അന്നേരം ഞങ്ങൾ എണീറ്റ് അടിച്ചു നോക്കിയപ്പോൾ ഈ ഭാഗം ഇടിച്ചിട്ട് കുറെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അപ്പുറത്തെ ഭാഗത്തേക്ക് ഇടിയേറുന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾ ഇരുന്ന് ഉറങ്ങിയില്ല. ഇന്നലെ പനിയായിട്ട് ടെസ്റ്റിലുമാണ് ഞാൻ. അതിനുശേഷം 12:30-ക്ക് ഇടിഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത് 1 മണിക്ക് ഇടിഞ്ഞു. ലാസ്റ്റ് 1:45-2 മണിയൊക്കെ ആയപ്പോഴത്തേനും ബാക്കി പൂർണ്ണമായിട്ട് അങ്ങേ അറ്റം വരെയുള്ള ഭാഗം മൊത്തം ഇടിഞ്ഞ് അങ്ങ് ഇരിക്കുകയായിരുന്നു. അത് കഴിയുമ്പോ തന്നെ തിരക്കകത്തേക്ക് മണ്ണും ചെളിയും വെള്ളവും എല്ലാം കൂടെ കയറി ഒഴുകി. ഞങ്ങളുടനെ ഏറ്റവും അങ്ങേറ്റത്തെ വീട്ടിലേക്ക് ഞങ്ങൾ പിള്ളേരെ ആയിട്ട് അങ്ങോട്ട് മാറി. ഇടിഞ്ഞു വരുന്ന ഒരു സിറ്റുവേഷൻ, കാരണം ഭീതി ജനിപ്പിക്കുന്ന രീതിയിലുള്ള മഴയായിരുന്നല്ലേ? കാരണം 2021-ലും 2022-ലും ഉണ്ടായ സെയിം മഴ രാത്രിയിലൂടെയാണ് സംഭവിച്ചത്. ജനങ്ങളെ ഭീതിയിൽ മുൾമുനയിൽ നിർത്തിയ മഴയായിരുന്നു എന്ന് പറയാം. ഇപ്പം കണ്ടല്ലേ, ഇപ്പോഴും ആ ഭീകരാവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഇല്ല. ഭയങ്കര അന്നത്തെ ആ 21-ന് അതേ ഒരു മാതൃകയിൽ ഇന്നും ഇപ്പോഴും പെയ്തോണ്ടിരിക്കുന്നത് ഭീകരാവസ്ഥയാണ്. നമ്മളിപ്പം കൊടുങ്ങ RSMGP സ്കൂളിൽ ക്യാമ്പ് തുറന്നിട്ടുണ്ട് ഓൾറെഡി. പിന്നെ നമുക്ക് താഴെ കൊടുങ്ങാ റോഡ് ബ്ലോക്ക് ആയി കിടക്കുകയാണ്. മലേക്കറിന് തിരിയുന്ന ഭാഗത്ത് ഉരുൾപൊട്ടി അവിടെ ബ്ലോക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഫയർഫോഴ്സിന് അല്ലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വില്ലേജ് കയറി വരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ബ്ലോക്ക് മാറ്റും. വില്ലേജ് ഇപ്പൊ വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ. തന്നെ അവർ കയറി വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ സുരക്ഷിതമായിട്ട് മാറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മള് നിലവിൽ ആർക്കും ആളപായമോ വീടിന് നാശനഷ്ടങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ മണ്ണിടിച്ചിട്ടുണ്ടായി കോഴിക്കോട് അങ്ങനെ അടക്കമുള്ള സാധനങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുള്ളൂ. എന്തായാലും ഈ വാർഡിലെ പുളിക്കൽ അപ്പച്ചൻ അല്ലേ? പുളിക്കൽ വലിയ പുളിക്കൽ അപ്പച്ചന്റെ വീടിന്റെ പുറകിൽ. അതുപോലെ ബ്ലാക്കര ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രദേശം, ബ്ലാക്കര രോഹിണിച്ചേട്ടൻ പറയും. രോഹിണിച്ചേട്ടന്റെ വീടിന്റെ പുറകിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ഇപ്പൊ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മള് പൂഞ്ഞാറ് എളങ്കാട് പൂഞ്ഞാർ റോഡ് ചേരച്ചോട് ഭാഗം നടന്നു പോലും പോകാൻ പറ്റത്തില്ലാത്ത രീതിയിൽ റോഡ് ബ്ലോക്ക് ആയി കിടക്കും, മണ്ണിടിഞ്ഞ് കിടക്കുന്നുണ്ട്. അത് ആൾക്കാർ ശ്രദ്ധ വെക്കണം. അത് എത്രയും വേഗം നമുക്ക് ആ ബ്ലോക്ക് മാറ്റാൻ സാധിക്കും. അധികാരികൾ വരും, അതിന് നടപടി എടുക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമ്മളൊന്നാ പറയുന്നത്, എല്ലാവരും ജാഗ്രത പാലിക്കുക. അവരവർ തന്നെ നമ്മള് കൃത്യമായിട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക. നല്ല നടപടികൾ ചെയ്യുക എന്നാണ് മാത്രം അറിയിക്കുന്നത്. രാവിലെ തന്നെ വീട്ടുകാര് അതുപോലെ തന്നെ സുഹൃത്തുക്കളും എല്ലാം കൂടി അവരുടെ വീട് ക്ലീനിങ് ആരംഭിച്ചിരിക്കുകയാണ്. ഇതാ ജനലിനോട് കൂടി നോക്കിക്കഴിഞ്ഞാൽ വീടിൻ്റെ പിൻവശം മുഴുവൻ മണ്ണിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും.